ഹായ് ഓൾ എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലവർ സുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ സിനിമാ മേഖലയെ തന്നെ പിടിച്ചു കുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇപ്പോൾ സിനിമാ വ്യവസായം വലിയൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഇപ്പോൾ അവർക്ക് ഒരുപാട് ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ പെൺകുട്ടികൾ നേരിടേണ്ടി വന്നു. പിന്നെ അതുകൂടാണ്ട് അവർക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഷൂട്ടിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വിവാദങ്ങളും ഇപ്പോൾ മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ എടുക്കുന്ന മിക്കവരും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ എങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് സ്വാഭാവികമായിട്ടും ഞാനും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. കാരണം യൂട്യൂബ് തുറന്നാലും ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ, ന്യൂസ് ചാനലുകളിലാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആയിക്കൂടി ഒരു എരിപിരി കൊള്ളുന്ന വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും ശരിക്കും ഓരോരുത്തരുടെ ആ ഇൻഡസ്ട്രിയിലുള്ള ഉള്ളുകളികൾ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഉള്ളുകളികൾ ഒക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ ഒരു കാരണം ഇതാണ്, സെൻസേഷൻ ന്യൂസ് ഇതായതുകൊണ്ടിട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഹേമ കമ്മിറ്റിയെക്കുറിച്ചൊരു റിപ്പോർട്ട് ചെയ്തുകൂടെ എന്ന് യൂട്യൂബിൽ തന്നെ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ചെയ്യണോ വേണ്ടയോ എന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. അതെന്തുകൊണ്ടിട്ടാണ് അതിൻ്റെ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 21ാമത്തെ വയസ്സിൽ ഞാനും ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ എൻ്റർ ചെയ്തത്, എനിക്കുണ്ടായിട്ടുള്ള ഇതുപോലുള്ള കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹേമ കമ്മിറ്റിയുടെ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് ഞാനൊരു റിപ്പോർട്ട് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എൻ്റെ എക്സ്പീരിയൻസും കൂടി പറയേണ്ടി വരും. അതല്ല എങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യമേ ചെയ്യരുത്. അല്ലാണ്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ മറച്ചു വെച്ചിട്ട് ഞാനിങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. പറയുന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യണം. ഒന്നില്ലെങ്കിൽ എല്ലാം പറയണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാതിരിക്കാം. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാനത് എനിക്കൊരു മടി പോലെ തോന്നി സത്യം പറഞ്ഞാൽ, പറയണോ വേണ്ടയോ എന്നുള്ളത്, ഇങ്ങനൊരു റിപ്പോർട്ടിനെ കുറിച്ച് പറയണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ അറ്റ് ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു ഇതിനെക്കുറിച്ച് ചെയ്യാം, പിന്നെ എൻ്റെ കാര്യങ്ങളും കൂടെയൊക്കെ പറയാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. 2017 സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും ലിംഗ അസമത്വം എന്നുള്ള പരാതികളെക്കുറിച്ചുമൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതിൽ മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഹേമ മാഡം, KB വത്സലകുമാരി IAS, ശാരദ എന്നിവർ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇത്. 2017 നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് WCC കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു കമ്മിറ്റി ഉണ്ടാവുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും ഇത് സർക്കാർ 4.5 വർഷം ഇത് പൂഴ്ത്തിവെച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴാണ് അത് പുറത്തേക്ക് വന്നത്. റിപ്പോർട്ടർ ചാനലിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യമായിട്ട് വന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ശരിക്കും ഇത് പുറത്തേക്ക് വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് വന്നത്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ഇൻഡസ്ട്രിയിൽ വരുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, പിന്നെ അതുകൂടാണ്ട് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഇല്ല, അവർക്ക് മിക്ക നടിമാർക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, പിന്നെ പലരും മനസ്സിൽ വിങ്ങിപ്പൊട്ടുന്ന നടിമാരൊക്കെ വേദനകളുമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഇൻസിഡൻറ്റ് അതിൽ പറയുന്നുണ്ട്. ഒരു നടൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കേണ്ടി വരുന്ന ഒരു നടി തലേ ദിവസം അയാളിൽ നിന്ന് ഒരു പീഡന ശ്രമം ഉണ്ടാവുകയും പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം ആ നടൻ്റെ മുഖത്ത് നോക്കി അഭിനയിക്കാൻ ആ നടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ടേക്ക് പിന്നെയും മുഖത്ത് നോക്കി അഭിനയിക്കുമ്പോൾ റീടേക്ക് പിന്നെ ആവുകയും ആ നടിയുടെ മുഖത്ത് നോക്കിയിട്ട് പരിഹാസത്തോടുകൂടി ഇങ്ങനെ നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വളരെയധികം വിഷമം ഉണ്ടാക്കി എന്നൊക്കെ ഒത്തിരി ഇൻസിഡൻസ് മുമ്പോട്ട് വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ബാത്റൂം ഫെസിലിറ്റി ഇല്ല. പുറത്ത് ഔട്ട്ഡോർ ഷൂട്ടിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നടിമാർക്ക്, മെയിൻ നടിമാർക്ക് ക്യാരവൻ ഉണ്ടാവും. പക്ഷേ അല്ലാണ്ട് മറ്റുള്ള നടിമാരുടെ എല്ലാം അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമില്ല. ഇപ്പോൾ ഒരു മെൻസസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാഡ് പോലും മാറ്റാനൊന്നും ഉള്ള സൗകര്യമില്ല, അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഒത്തിരി വിഷമതകളുമായിട്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിലും മറ്റുള്ള പല ആർട്ടിസ്റ്റുകളും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത്രയും പൊതുജനം, ഞാൻ പറയുന്നത് ഞാൻ അറിയണം എന്ന് ഞാൻ പറയുന്നത് പൊതുജനം, കാരണം ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻ വേണം. പൊതുജനങ്ങളും ഇതറിഞ്ഞിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരവുമായിട്ട് സജഷനുമായിട്ടെങ്കിലും മുമ്പോട്ട് വരണം. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഓരോരുത്തരുടെ പേര് പുറത്തേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് കുറച്ച് ആർട്ടിസ്റ്റുകളെ എത്തിക്കൊണ്ടൊരു പത്രസമ്മേളനം നടത്തി.
എനിക്കത് കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയിലെ പ്രമുഖ നടന്മാരൊന്നും ആ പത്രസമ്മേളനത്തിലൊന്നും കണ്ടില്ല. പിന്നെ ഇപ്പോൾ ഫീൽഡിലില്ലാത്ത നടിമാരും അവിടെ ഇരുന്ന് അതിലെനിക്ക് ജോമോളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എന്തോ ഒരു റോബോട്ടിന് കീ കൊടുത്ത് പറഞ്ഞതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് എനിക്ക് അതൊരു ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയില്ല. ഞാനപ്പോൾ അമ്മയോട് തമാശയ്ക്ക് പറയുകയും ചെയ്തു, ഇത് ഇപ്പോൾ ഫീൽഡില്ലാത്ത ഔട്ട് ഓഫ് ഫീൽഡായ നടിമാരൊക്കെയാണോ വന്നിരിക്കുന്നത്? ഇപ്പോൾ പ്രസൻറ്റ് ഫീൽഡിൽ നിന്നുകൊണ്ടിരിക്കുന്ന നടിമാർ ഒരു 3-4 പേരെങ്കിലും അവിടെ ഇരുന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത് പറയാം. അപ്പോൾ ആക്ച്വലി എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അതിനുശേഷമാണ് സിദ്ദിഖ് രാജിവെച്ചു എന്ന് പറഞ്ഞൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വന്നത്. ഇതുപോലൊരു കുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി, അപ്പോൾ വളരെ ബ്രൂട്ടലായിട്ട് പെരുമാറിയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് രേവതി സമ്പത്ത് ആ കുട്ടിയാണ് വന്നത്. ആ കുട്ടി പുറത്തേക്ക് പറയുകയുണ്ടായി. പിന്നെ റിയാസ് ഖാൻ എന്ന് പറഞ്ഞ നടനെതിരെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് പിന്നാലെയാണ് ഒരു നടി പറയുന്നത്, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു നടൻ പുറകെ നിന്ന് വട്ടം ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ആ നടി കരച്ചിലിൻ്റെ വക്കിലെത്തി. പിന്നെ അത് ആ നടൻ പിന്നെ പിടിവിട്ടു. അപ്പോഴും അവർക്കതൊരു വേദനിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിട്ടാണ് അവർക്കത് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ പറയുന്നുണ്ട് ജയസൂര്യ ആണെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ മണിയമ്പിള്ള രാജുവിനെതിരെ പറയുന്നുണ്ട്, രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനെതിരെ പറയുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേരുകൾ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇപ്പം നിങ്ങളിൽ ചേർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഇങ്ങനെയുള്ള പരാതികളൊക്കെ വ്യാജ പരാതികളായിക്കൂടെ, അല്ലെങ്കിൽ കെട്ടിച്ചമച്ച പരാതികളായിക്കൂടെ എന്ന്. അപ്പം ഞാനൊന്ന് പറയട്ടെ, ഒരു സ്ത്രീയും ഒരിക്കലും ഇങ്ങനൊരു കാര്യം ഇല്ലാത്തൊരു കാര്യം പറയില്ല. അത് 100% ഉറപ്പാണ്. എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് ഒരു സ്ത്രീയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലൈംഗിക അതിക്രമണത്തിന് വിധേയമായി എന്നുള്ള കാര്യം ഒരിക്കലും ഇല്ലാതെ പറയില്ല. ഇനി അങ്ങനെ വ്യാജ പരാതി ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞാലും മതിയല്ലോ, ആ പുരുഷൻ എൻ്റെ കരണത്തിട്ടടിച്ചു അല്ലെങ്കിൽ എന്നെ മർദ്ദിച്ചു എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അല്ലാണ്ട് എൻ്റെ പ്രൈവറ്റ് പാർട്ടി കയറി പിടിച്ചു, എന്നെ കടന്നു പിടിച്ചു എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ പിടിച്ച് തല്ലി എന്ന് പറഞ്ഞാലും ലൈംഗിക അതിക്രമണം നടത്തിയെന്ന് പറഞ്ഞാലും എന്തായാലും വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, റിമാൻഡ് റിപ്പോർട്ട് ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ ലൈംഗിക അതിക്രമണത്തിനിരയായി എന്ന് മാത്രം പറയണമെന്നില്ലല്ലോ, ഒരു കള്ളക്കേസ് പറയണമെന്നില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇപ്പോൾ ഒരു പുരുഷൻ എന്നെ പിടിച്ച് എന്തെങ്കിലും ഒരു കാരണവശാൽ ഇപ്പോൾ എന്നെ മർദ്ദിച്ചു എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ വ്യക്തിയോട് പ്രതികരിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുക്കും. ഇയാൾ എന്നോട് ഇന്ന രീതിയിലൊക്കെ സംസാരിച്ചു, ഇയാൾ എന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറയാം. പക്ഷേ ഒരാൾ എന്നോട് മോശമായിട്ട് പെരുമാറുവാണെങ്കിൽ ഞാനത് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു എന്താ പറയേണ്ട ആത്മാഭിമാനത്തെയാണ് ഒരു സ്ത്രീയുടെ മുറിവേൽക്കുന്നത്. കാരണം ഉള്ളിലൊരു ആഴ്ന്നിറങ്ങുന്ന ഒരു മുള്ളു കുത്തി നിൽക്കുന്ന പോലൊരു പെയിനോടുകൂടിയായിരിക്കും ഒരു സ്ത്രീ അത് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരാൾ തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് കൂളായിട്ട് പറയാൻ പറ്റും. പക്ഷെ അവളുടെ പ്രൈവറ്റ് പാർട്ടി കയറി പിടിച്ചു എന്നൊക്കെ പറയാനായിട്ട് ഒരു പെണ്ണിന് അതൊരിക്കലും കള്ളത്തരം പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ നാണക്കേടാണ്. ഇപ്പോൾ ആക്രമിക്കപ്പെട്ട നടി 2017 നിങ്ങൾ പലർക്കും അറിയാൻ പറ്റും, പൾസർ സുനി പ്രതിയായ ദിലീപ് കുറ്റാരോപിതനായിട്ടുള്ളൊരു കേസ്. മാധ്യമങ്ങളിലൊക്കെ പറയുന്നുണ്ട് ആക്രമിക്കപ്പെട്ട നടിയെന്ന്. പക്ഷേ എല്ലാ ബുദ്ധിയും ബോധമുള്ള എല്ലാവർക്കും അറിയാം ആർട്ടിസ്റ്റിൻ്റെ പേര്. എനിക്ക് എന്തായാലും അറിയാം, നിങ്ങൾക്കും അറിയാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നിട്ടും അത് മാധ്യമങ്ങളിലൊന്നും പറയാഞ്ഞിട്ടും നമ്മൾ അറിയുന്നുണ്ട് അത് ഏത് നടിയാണെന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഒരു പെണ്ണ് പീഡിപ്പിച്ചു എന്നൊന്നും കള്ളത്തിലൊന്നും പറയത്തില്ല. കാരണം അവർക്കും ഇനിയും മുമ്പോട്ട് ജീവിക്കണ്ടേ, അവർക്കും വിവാഹം കഴിച്ചൊക്കെ ജീവിക്കാനുള്ളതാണ്. അവർക്കും നാണക്കേട്, അവരുടെ കുടുംബാംഗങ്ങൾക്കും നാണക്കേട്, അവർക്ക് പുറത്തിറങ്ങി സമൂഹത്തിൽ ജീവിക്കണം. ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നില്ലെങ്കിൽ അവരായിട്ട് പറഞ്ഞില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞറിയാൻ പറ്റുന്നില്ല ആ പെണ്ണിനെ എന്നിട്ട് അങ്ങനെ കയറി പിടിച്ചത്, അല്ലെങ്കിൽ ആ പെണ്ണിനെയാണ് ആ പീഡന കേസെന്ന് TV പറയണം, ആ പെണ്ണിൽ പറയപ്പെടുന്ന പെണ്ണില്ല ആ പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അത് സ്ത്രീകൾക്ക് തന്നെ നാണക്കേടാണ്. അപ്പോൾ ഈ നാണക്കേടും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ആത്മാഭിമാനത്തിന് മുറിവേറ്റുകൊണ്ടിട്ട് ഒരു കള്ളക്കഥ ഒരിക്കലും ഒരു പെണ്ണ് പറയില്ല. അത് തന്നെയാണ് അതിൻ്റെ റീസൺ. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പിന്നെ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടിട്ടാണ് അന്ന് തന്നെ പ്രതികരിക്കാതിരുന്നതെന്ന്. ഭയം കൊണ്ടിട്ടാവാം, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയാനുള്ള മടി കൊണ്ടിട്ടാവാം. ആരുടെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് തന്നെയല്ലേ നാണക്കേട്. ഒരു പെണ്ണിൻ്റെ അവിടെ കയറി പിടിച്ചു, എൻ്റെ ഇവിടെ കയറി പിടിച്ചു, അവിടെ കയറി പിടിച്ചു എന്നൊക്കെ പറയാനായിട്ട് അവർക്ക് ചിലപ്പോൾ നാണക്കേടുണ്ടാവും, അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള പേടി. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടിട്ട് വേണം ചിലപ്പോൾ കുടുംബത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇരിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടിട്ട് അവർക്കിത് പറയാൻ പറ്റിയൊന്നും വരില്ല. ഇപ്പോൾ ഇത് പുറത്തു പറയാനായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഈ നടിമാരുടെ അടുത്ത് ഒരു സർവേ ഒരു വർഷം നടത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരെല്ലാവരും അവരുടെ കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ അവരത് പറഞ്ഞു, അതുകൊണ്ട് പുറത്തായി എന്ന് മാത്രമേ ഉള്ളൂ.
ഇതിൽ എനിക്കുണ്ടായ കാസ്റ്റിംഗ് കൗച്ച് എക്സ്പീരിയൻസസ് ഞാൻ എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, എനിക്ക് ഒരു പ്രമുഖ നടന്മാരിൽ നിന്നോ ഒരു പ്രൊഡ്യൂസേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഡയറക്ടേഴ്സിൽ നിന്നോ എനിക്ക് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരു നോട്ടം കൊണ്ട് പോലും എനിക്കൊരു മിസ്ബിഹേവിങ് തോന്നിയിട്ടില്ല. പക്ഷേ എന്താണ് എനിക്കുണ്ടായ പ്രോബ്ലം എന്നുള്ളത് നിങ്ങളോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കലാഭവനിൽ +2 ശേഷം പ്രീ ഡിഗ്രിക്ക് ശേഷം ഞാൻ ഡാൻസ് കോഴ്സിന് ചേർന്നു, ഡാൻസ് പഠിക്കാനായിട്ട് ചേർന്നു. അപ്പോൾ അവിടെ വെക്കേഷൻ ക്ലാസ് ആയിരുന്നു അത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് ചെറുപ്പം തൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു, ഒന്നില്ലെങ്കിൽ എനിക്ക് ടീച്ചർ ആവണം, അതല്ലെങ്കിൽ എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കണം, സീരിയലൊക്കെ അഭിനയിക്കണം, അല്ലെങ്കിൽ വലിയൊരു ഡാൻസർ ആവണം, മോഡലിംഗ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളായിരുന്നു. അപ്പം ഞാൻ കലാഭവനിൽ ഡാൻസിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒത്തിരി ഡാൻസ് പ്രോഗ്രാംസിനൊക്കെ പോയിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡാൻസ് ട്രൂപ്പ് നടത്തുന്ന ഒരു ചേച്ചി, ഡാൻസും ഫാഷൻ ഷോയും കൂടി ചെയ്യുന്ന ഒരു ട്രൂപ്പുണ്ട്. അപ്പോൾ ഈ ചേച്ചിയും ഈ ചേച്ചിയുടെ അമ്മയും കൂടിയിട്ടാണ് നടത്തുന്നത്, ലേഡീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് കലാഭവനിൽ വന്നിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുറച്ച് പിള്ളേരെ സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഞാനായിരുന്നു. എനിക്കന്ന് +2 കഴിഞ്ഞ ആ ഒരു ഏജാണ്. അപ്പം ഞാനിപ്പോൾ ഈ ട്രൂപ്പിൻ്റെ കൂടെ കുറേ ഫാഷൻ ഷോസും ഡാൻസും ഒക്കെ ചെയ്തിരുന്നു. ശരിക്കും ഏകദേശം ഒരു 2 വർഷം കഷ്ടി ഞാൻ ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡിഗ്രി സ്റ്റഡീസിലേക്ക് പോയപ്പോൾ എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ അന്ന് ട്രൂപ്പിലുണ്ടായിരുന്ന പലരും വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ടുണ്ട്. ചിലർ കല്യാണം കഴിഞ്ഞ് പോയി, ആ രീതിയിലേക്ക് പോയവരുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൂപ്പിൽ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് നാളൊരു ബ്രേക്ക് എടുത്തു. എൻ്റെ ഡിഗ്രിയിൽ എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ പോയി. അങ്ങനെ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ ട്രൂപ്പ് നടത്തുന്ന ചേച്ചി ഒരു സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ സിനിമാ ഫീൽഡിലേക്ക് അവർ വന്നിരുന്നു. പിന്നെ അത് കൂടാണ്ട് അവരൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നടത്തിയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെയും ഇവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു ഫിലിം സ്റ്റാർസിനെയൊക്കെ വെച്ചിട്ടൊരു മെഗാ ഷോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ രംഗപൂജ ചെയ്യാനായിട്ട് സുമി വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇവർ ഡാൻസ് പ്രോഗ്രാം മാത്രം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇവർ ഒരു മെഗാ ഷോ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ഈ ഡാൻസിൻ്റെ പുറകെ മാത്രം നടക്കാനായിട്ട് അവർക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിതിനു മുമ്പ് ഈ ഡാൻസ് പ്രോഗ്രാം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടിട്ട് എനിക്കത് ആ ഒരു ടീമിനെ മൊത്തം നോക്കാനായിട്ട് എനിക്ക് പറ്റും. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സുമി തന്നെ നോക്കണം, ഈ രംഗപൂജ സുമി ചെയ്യണം, മറ്റുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, അവരെയൊക്കെ ഒന്ന് പഠിപ്പിക്കണം, ലീഡ് ചെയ്യണം, ഞങ്ങൾക്ക് മൊത്തം ഈവൻറ്റ് നടത്തുന്നതിൻ്റെ കാര്യങ്ങളാണ് തലയിലുള്ളത്, അപ്പോൾ എല്ലാം കൂടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് പിന്നെയും വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു, ഞാൻ ആ പ്രോഗ്രാം ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൽ വലിയ സ്റ്റാർസൊക്കെ ഉള്ള ഒരു മെഗാ ഷോ ആയിരുന്നു. കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഉള്ളൊരു മെഗാ ഷോ ആയിരുന്നു. പിന്നെ അത് CD ആയിട്ട് അവർ പുറത്തിറക്കിയായിരുന്നു. അങ്ങനെ അതിൻ്റെ ആ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് സിനിമയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. പുള്ളിയുടെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, സുമിക്ക് നല്ല ഫോട്ടോ ഫേസ് ഉണ്ട്. അന്ന് എനിക്ക് 21 ഇയേഴ്സ് ഓൾഡാണ് എൻ്റെ ഏജ് എന്ന് പറയുന്നത്. നല്ല ഫോട്ടോ ഫേസ് ഉള്ള കുട്ടിയാണല്ലോ, നമുക്കൊരു പോർട്ട്ഫോളിയോ എടുക്കാം. ഒരു പ്രമുഖ ഡയറക്ടർ, ഈ പുള്ളിയുടെ ഫ്രണ്ടും കൂടിയാണ് പ്രമുഖ ഡയറക്ടർ, സിനിമയിലേക്ക് ഒരു പുതിയൊരു കുട്ടിയെ നോക്കുന്നുണ്ട്. പിന്നെ തെലുങ്ക് ഫിലിമിലേക്ക് ഒരു ഐറ്റം നമ്പറിന് വേണ്ടിയിട്ടൊരു കുട്ടിയെ നോക്കുന്നുണ്ട്. നമുക്ക് സുമിയുടെ ഒരു പോർട്ട്ഫോളിയോ എടുത്തിട്ടൊന്ന് കാണിച്ചു നോക്കാം, കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വീണ്ടും സുനാമീനെ ബേസ് ചെയ്തിട്ട് ഒരു ആൽബം ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഷൂട്ടിങ്ങിൻ്റെ വർക്കിൻ്റെ ഇടയിൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചു. സുമിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു ചോദ്യമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അഫ്കോഴ്സ് എനിക്ക് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു പോർട്ട്ഫോളിയോ എടുക്കണം. അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ 6,000 തൊട്ട് 25,000 വരെയുള്ള റേറ്റുള്ള പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് തന്നെ ഞാൻ എടുക്കണം. ഒരു പോർട്ട്ഫോളിയോ എടുക്കണം. എന്നിട്ട് അത് ആദ്യം ഡയറക്ടറെ കാണിച്ചിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ പെർഫോമൻസും ഓഡിഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് ഞാൻ എടുക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ ഒത്തിരി രൂപയൊന്നും ഇതിന് വേണ്ടിയിട്ട് എനിക്ക് മുടക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഒരു 5,000 റുപ്പീസ് എങ്കിലും എങ്ങനെയെങ്കിലും മുടക്ക്, ഏതായാലും നിനക്ക് എന്തെങ്കിലും ആഡോ മറ്റെന്തെങ്കിലും ഇനി സിനിമയിലൊന്നും കയറിയില്ലെങ്കിൽ എന്തെങ്കിലും വർക്കിലൂടെ നിനക്ക് അത് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോഴും ഇങ്ങനെ പൈസ മുടക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും ഇത്രയും പൈസയൊക്കെ മുടക്കിയെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ചിലർക്കൊക്കെ അറിയാൻ പറ്റും, സാധാരണ ഫോട്ടോ പോലെയല്ല, അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ എടുക്കുന്ന ഫോട്ടോ പോലെയല്ല. ഈ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് പ്രൊഫഷണലായിട്ടുള്ള മേക്കപ്പ് മാൻ, ഹെയർ ഡ്രസ്സറൊക്കെ വന്നിട്ട് പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ ഫോട്ടോസ് എടുക്കും. അതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ 5,000 റുപ്പീസ് എന്ന് പറഞ്ഞു. പക്ഷെ 2,000 ആദ്യം ഞാൻ ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് ഇവർ
ഈ പ്രൊഡക്ഷനുകളുടെ വൈഫ് എന്നെ കൊണ്ടുപോയിട്ട് അതിന് പറ്റുന്ന ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഒക്കെ എല്ലാം എടുത്തു നിന്ന് എല്ലാം കൂടി ഒരു 12,000 രൂപയെങ്കിലും അവസാനം എനിക്ക് ചിലവായി. 5,000 എന്ന് പറഞ്ഞിട്ട് 12,000 രൂപയെങ്കിലും എനിക്ക് ചിലവായി. എന്നാലും പോട്ടെ, അത്രയും ചിലവാക്കിയല്ലോ, എന്നാലും എന്തെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണയായിരുന്നു. അങ്ങനെ ഈ ഡയറക്ടർ എൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു, പോർട്ട്ഫോളിയോ ഒക്കെ കാണിച്ചു. അപ്പോൾ ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടു, സെൻട്രൽ ക്യാരക്ടർ തന്നെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഡയറക്ടർ, ഞാനിപ്പോൾ തൽക്കാലം ആരും പറയുന്നില്ല കേട്ടോ, ഈ ഡയറക്ടർ സെലക്ട് ആയിട്ടുണ്ട്. പിന്നെ അന്ന് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. മുടി എന്ന് പറയാനായിട്ട് കുറേ, ഇപ്പോൾ ഉള്ളതിനെക്കാളുമൊക്കെ കുറേ മുടി ഉണ്ടായിരുന്നു എനിക്ക്. അന്ന് ചെറിയ പ്രായമാണ്, ഇതിനേക്കാളൊക്കെ ഉള്ളുള്ള മുടിയാണ്. അപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു അത്രേ, നല്ല മുടിയുള്ള പെൺകുട്ടിയാണല്ലോ, നല്ല കുട്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു അത്രേ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു സെലക്ഷൻ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ, പക്ഷേ ഈ ഡയറക്ടറിൻ്റെ കൂടെ ഒരാഴ്ച ഫ്ലാറ്റിൽ താമസിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ പറയുന്നത്? അപ്പം അന്ന് ഞാൻ എന്താ പറയേണ്ട, ഒരു പൊട്ടിപ്പെണ്ണാണെന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ എന്താ ഇങ്ങനെയൊക്കെ പറയേണ്ടത്, അതൊക്കെ തെറ്റായ കാര്യങ്ങളല്ലേ. പിന്നെ അതുമല്ല, ഈ ഡയറക്ടർ എന്ന് പറയുന്ന ആൾ ഏകദേശം എൻ്റെ അച്ഛൻ്റെ പ്രായമില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഭയങ്കര അതിശയത്തോടു കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എങ്ങനെ പറയാനായിട്ട് തോന്നി ഇവർക്ക്? അതുമല്ല, എനിക്ക് നാളെ ഒരു കല്യാണമൊക്കെ കഴിച്ചൊരു ജീവിതമൊക്കെ വേണ്ടതല്ലേ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുകയാണ്, അച്ഛൻ്റെ പ്രായം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഞാൻ ഈ ഡയറക്ടറിൻ്റെ ഇതിന് മുമ്പത്തെ ഫിലിമിലെ നടി ഇങ്ങനെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ നടി ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നിട്ടാണോ കയറിയതെന്ന് വെച്ചപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുകയാണ്, ആ നടി സംവിധായകൻ്റെ മടിയിൽ തന്നെയായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് പറയണത്. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുകയാണ്, അത് 5-8 ലക്ഷം രൂപയൊന്നും ഒരു കാര്യമില്ലാണ്ട് ആരും ഒന്നും എടുത്തൊന്നും തരൂല വെച്ചേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താലേ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നുകൊണ്ടും എന്നെ ബ്രെയിൻ വാഷ് ചെയ്യണതാണ്. ഫീൽഡ് ഇങ്ങനെയാണ്, ഒരാഴ്ചയും ഒരു മാസമൊക്കെ ഡയറക്ടറിൻ്റെയോ പ്രൊഡ്യൂസറിൻ്റെ ഒക്കെ കൂടെ താമസിച്ചാലേ മിക്കവരും സ്റ്റാറൊക്കെ ആവുന്നത്, ഡയറക്ടറിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഒക്കെ കൂടെ താമസിച്ചിട്ടാണ് എല്ലാവരും സ്റ്റാറൊക്കെ ആവുന്നത്. ഇങ്ങനത്തെ രീതിയിൽ അവരെന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു കാരണവശാലും സമ്മതിക്കില്ല. കാരണം എൻ്റെ ഒരു മാനസികാവസ്ഥ, ഞാൻ വളർന്ന സാഹചര്യമൊക്കെ ഇതൊക്കെ എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പോൾ എനിക്കിപ്പോൾ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. ശരിക്കും നല്ല കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല വെയിറ്റ് ആയില്ലോ ഡോക്ടർ എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ബ്ലഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തലകറങ്ങും. അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്ന് പറയുന്നത് പോലെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം, ഒരു പ്രോസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ സെക്സ് വർക്കോ ഒന്നും എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ഞാനത് അവരുടെ അടുത്ത് തീർത്ത് പറഞ്ഞു, ഞാൻ എന്തായാലും ഇതിനെ നിൽക്കില്ല. അങ്ങനെ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ആ ഡയറക്ടറോട് പറഞ്ഞു, അപ്പോൾ വെച്ചാൽ അതിനൊന്നും നിൽക്കുമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം ചെയ്യാം, മെയിൻ റോളൊന്നും കൊടുക്കില്ല, ഒരു ഐറ്റം നമ്പർ വേണമെങ്കിൽ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഐറ്റം നമ്പർ പലർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഒന്നും കിട്ടത്തില്ല, ഐറ്റം നമ്പർ വേണമെങ്കിൽ അതും ആ ഡയറക്ടർ നല്ല മുടിയുള്ള കുട്ടിയാണല്ലോ എന്നൊക്കെ നേരത്തെ അവരിഷ്ടം നിൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടിട്ടാണ് ആ ഐറ്റം നമ്പർ തന്നെ തരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൻസ്ലേഴ്സ് എന്ന് പറഞ്ഞൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ട്, ശ്രീജിത്ത് സാർ നടത്തുന്നത്. ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു. ഫിലിം സ്റ്റാർസിനെയൊക്കെയാണ് പുള്ളി പഠിപ്പിക്കുന്നത്. പുള്ളിയുടെ അടുത്ത് കൊണ്ടേ ആക്കിയത് ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഈ ഡയറക്ടർ പറഞ്ഞെങ്കിൽ വേറൊരു ഡയറക്ടറിൻ്റെ ഒരു കീഴിലൊരു വേഷമുണ്ട്. അത് ഈ പറയുന്നത് പോലെ ജസ്റ്റ് ഫോട്ടോ ഞാൻ അവരെ കാണിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ വേണമെങ്കിൽ ആ ഡയറക്ടറിൻ്റെ ഡോറ് വരെ വന്നിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡോറ് വരെ വന്നിട്ട് അതിൻ്റെ അത് എന്താണ് എന്ന് ചോദിച്ചു. അതിൻ്റെ അത് നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ ആയിപ്പോൾ ചിലപ്പോൾ വെറുതെ സംസാരിച്ചിരിക്കലാവാം, എന്തായാലും ഞാൻ ഡോറ് വരെ ആക്കിയിട്ട് ഞാൻ പോകും, പിന്നെ നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ ആയിപ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള സംസാരമാണ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എനിക്കിത് പറ്റില്ല എന്നുള്ളത്. അപ്പോഴേക്കുമാണ് എൻ്റെ മാരേജ് ആയത്. അങ്ങനെ മാരേജ് ആയി, പെട്ടെന്ന് മാരേജ് ഫിക്സായി. പിന്നെ ഞാൻ ഈ ഇൻഡസ്ട്രി തന്നെ വിട്ട് ഞാൻ കല്യാണ ജീവിതത്തിലേക്ക് പോയി. പക്ഷെ അതൊരു അട്ടർ ഫ്ലോപ്പായിരുന്നു എൻ്റെ മാരേജ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. എനിക്ക് ആയിക്കൂടി അറിയാവുന്നുള്ളൊരു ജോബ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ ഡാൻസും ഫാഷൻ ഷോയും ചെറിയ ചെറിയ ആഡും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ഒരു പോർട്ട്ഫോളിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ. അപ്പം ഞാനിപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടിട്ട് എനിക്ക് അവരുമായിട്ട് ഇനിയൊരു കമ്പനി എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ നല്ല ആൾക്കാരുണ്ടാവുമല്ലോ, 1-2 പേര് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെ ഞാൻ ലുക്ക് മാക്സ് മോഡൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ചെന്നിട്ട് ഒരു പോർട്ട്ഫോളിയോ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ലുക്ക് മാനിൽ ഞാൻ പോയപ്പോൾ എടുത്ത പോർട്ട്ഫോളിയോയുടെ ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഈ ഫോട്ടോ മാതൃഭൂമി നഗരത്തിൽ പത്രത്തിൽ വന്നൊരു ഫോട്ടോയാണ്. അപ്പോൾ ഈ ഫോട്ടോ പത്രത്തിൽ വന്നതിന് ശേഷം ഒരു തമിഴ് ഫിലിമിൻ്റെ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു.
അപ്പോൾ ഇങ്ങനെ സിനിമയിൽ തമിഴ് ഫിലിമിൽ ഹീറോയിനായിട്ട് അഭിനയിക്കാനാണെന്നൊക്കെ പറഞ്ഞാണ് പുള്ളി വന്നത്. അങ്ങനെ പുള്ളി എന്നെ നേരിട്ട് കണ്ടു, ജസ്റ്റ് എന്നെ അഭിനയിപ്പിച്ചപ്പോൾ നോക്കി, ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒരു ട്രെയിനിങ് ഉണ്ടാവും 1 വീക്ക്, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, സാധാരണ ഞാൻ എന്തിനെങ്കിലുമൊക്കെ വർക്കിന് വിളിച്ച അമ്മ ഉണ്ടാവും. അപ്പോൾ ഫാദർ മിക്കവാറും ഉണ്ടാവത്തില്ല, ഫാദറിന് ജോബുണ്ട്. പക്ഷേ എൻ്റെ അമ്മയുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ആയതാണ്. അപ്പോൾ പുള്ളി ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ടിട്ട് ദൂരേക്കാണെങ്കിൽ പുള്ളിയും വരും. ഞാനും അമ്മയും പുള്ളിയും കൂടിയിട്ടാണ്, അമ്മയുടെ മൂത്ത ജ്യേഷ്ഠനും കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പുള്ളി ട്രെയിനിങ്ങിന് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി വരാം, ഞാനും അമ്മ ആരെങ്കിലും കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരാൻ പറ്റില്ല, ഒറ്റക്ക് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് എനിക്ക് പുറത്തേക്ക് എന്തായാലും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സിനിമയിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ വിളിച്ചിട്ടുമില്ല, പിന്നെ വന്നിട്ടുമില്ല. കാരണം ഈ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ പിന്നെയും പോർട്ട്ഫോളിയോ വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ഡാൻസിലേഴ്സ് ശ്രീജിത്ത് മാസ്റ്റർ എനിക്ക് പരിചയമായിരുന്നല്ലോ. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു എടി ഒരു പോർട്ട്ഫോളിയോ എടുത്തേക്ക്, നീ എൻ്റെ ഈ തന്നേക്ക്, എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ കൊടുക്കാം, അപ്പോൾ നിനക്ക് അങ്ങനെ എന്തെങ്കിലും വർക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെയും ഫാഷൻ ഷോസ്, ഇപ്പോൾ ചില പ്രിൻ്റ് ആഡുകൾ, ചെറിയ ചെറിയ വർക്കുകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് പിന്നെയും ഫിലിമിലേക്ക് എനിക്ക് ഓഫർ വരാനായിട്ട് തുടങ്ങി. അങ്ങനെ പോർട്ട്ഫോളിയോ എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് ചില ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരാളെ പരിചയം ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ആഡൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ അതുകൂടാണ്ട് പുള്ളി ആർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്ന ആളാണ്, എഴുത്തുകാരനാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ പരിചയമുണ്ട്. പോർട്ട്ഫോളിയോ അങ്ങേർക്ക് കൊടുക്കുവാണെങ്കിൽ, അങ്ങയുടെ ഓഫീസ് കല്ലൂർ ഇന്ന സ്ഥലത്താണ്, കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വർക്ക് കിട്ടുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ അപ്പനമ്മയും കൂടെ അവിടെ പോയി പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ പുള്ളി ഇങ്ങനെ, എനിക്ക് ടെലിവിഷൻ ആങ്കറിങ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആങ്കറിങ് ചെയ്യാനായിട്ട് പുള്ളി ഇങ്ങനെ പറയിച്ചൊക്കെ നോക്കി ഇങ്ങനെ. അപ്പോൾ പുള്ളി പറഞ്ഞു കൊള്ളാം, നല്ല പെർഫോമൻസ് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിയുമായിട്ട് ജസ്റ്റ് സംസാരിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ അതിനുശേഷം 1-2 വട്ടം പുള്ളി വിളിച്ചായിരുന്നു. ജസ്റ്റ് വിളിച്ച് കാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിച്ചായിരുന്നു. വർക്കിനെ കുറിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ അതിനുശേഷം പിന്നീട് വിളിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. അന്ന് മൊബൈലില്ല, ലാൻഡ് ഫോണാണുള്ളത്. ലാൻഡ് ഫോണിലേക്ക് വിളിച്ചപ്പോൾ അമ്മയാണ് എടുത്തത്. അപ്പോൾ അമ്മ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അമ്മ പുള്ളിയുടെ അടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുമി കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സ് ആയതാണ്, ഇത്തിരി ഡിപ്രഷനിലൊക്കെ നിൽക്കുവാണ്. ഇപ്പോൾ അവൾക്ക് ഇങ്ങനെയൊക്കെ ഈ സിനിമയിലൊക്കെ അഭിനയിക്കാനും ഇങ്ങനെ ടെലിവിഷൻ പ്രോഗ്രാം ആങ്കർ ചെയ്യാനും ഇതിനൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്, ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, എന്തെങ്കിലും വർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പുള്ളി പറയാണ് അത് എനിക്ക് പരിചയമുള്ള, ഒത്തിരി അടുത്ത് പരിചയമുള്ള ഡയറക്ടേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് നിങ്ങൾ വന്നപ്പോൾ തന്നെ മനസ്സിലായി, നിങ്ങൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റും കാരണം കാര്യത്തിലൊന്നും നിൽക്കില്ല എന്ന് നിങ്ങളോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ ആ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുമിക്ക് നല്ലൊരു വേഷം കിട്ടും, പക്ഷേ അവരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വേണമെങ്കിൽ അതിന് തയ്യാറാണെങ്കിൽ ഞാൻ തന്നെ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് അവരെവിടെ താമസിക്കുന്നത് വെച്ച് കൊണ്ടുപോയി ആക്കി കൊടുക്കാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ 2 ദിവസമോ ഒരാഴ്ചയോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ഫിലിമിൽ കയറാം. അതല്ലെങ്കിൽ സീരിയൽ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരു ദിവസം 5000-6000 രൂപ വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ പ്രൊഡ്യൂസേഴ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാണെങ്കിൽ എന്തായാലും വർക്ക് കിട്ടും. ഇപ്പോൾ ആ സീരിയലിലുള്ള, എനിക്ക് പരിചയമുള്ളൊരു സീരിയൽ സെറ്റ് ഉണ്ട്. ആ സീരിയലിലുള്ള ഹീറോയിൻസ് ഇടയ്ക്കിടയ്ക്ക് പ്രൊഡ്യൂസേഴ്സുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർക്ക് ആ വേഷം അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിൽക്കാൻ പറ്റുമെങ്കിൽ വർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ അവിടെ അങ്ങനെയുള്ളതിനൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സിനിമയിലും സീരിയലൊക്കെ കയറണമെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇതിൽ വരുന്ന ഒട്ടും മിക്കവരും തന്നെ ഇങ്ങനെ വരുന്നവരാണ്. അതല്ലെങ്കിൽ പിന്നെ ചെറിയ ചെറിയ വർക്കുകൾ, ചെറിയ ചെറിയ പേയ്മെൻറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞു അന്ന് അങ്ങനെ മതി, ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി പൈസയൊന്നും ഉണ്ടാക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല, ചെറിയ ചെറിയ വർക്കുകളാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചിട്ടാണ്, പുള്ളി ദൂരദർശനിൽ കൊളാഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആങ്കർ ചെയ്യാനായിട്ട് പുള്ളിയുടെ റെക്കമെൻഡേഷനിൽ എനിക്ക് ആ വർക്ക് കിട്ടുന്നത്. ഞാനും എൻ്റെ ഫാദറും കൂടി ദൂരദർശൻ കേന്ദ്രത്തിൽ പോയി ആ വർക്ക് ചെയ്തു. 1000 റുപ്പീസാണ് എനിക്ക് പേയ്മെൻറ്റ്. പിന്നെ ഈ പറയുന്ന സാറ് മുഖാന്തരം എനിക്ക് കുറേ വർക്കുകൾ കിട്ടി, അതായത് ആങ്കറിങ് മാത്രം, ടെലിവിഷൻ ആങ്കറിങ്. പിന്നെ അതിനുശേഷം ഇതുപോലെ ഒരു കോർഡിനേറ്ററെ ഞാൻ പരിചയപ്പെട്ടു, അതായത് മോഡലിംഗ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇങ്ങനെ ആൾക്കാരെ കൊടുക്കുന്ന ഒരു കോർഡിനേറ്ററാണ്. അവരൊരു ലേഡിയാണ്, അതുകൊണ്ടാണ് ഞാൻ അവരോട് കൂടുതലും കുറച്ച് അടുത്ത് ഇടപഴകിയത്. അങ്ങനെ അവരടുത്ത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിനൊന്നിനും ഞാൻ നിൽക്കില്ല കേട്ടോ, അങ്ങനെയുള്ള വർക്കുകളൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ, അങ്ങനെ അതില്ലാത്തത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്താലും, എത്ര നല്ല വർക്ക് ചെയ്താലും നമുക്ക് കുറഞ്ഞ തുച്ഛമായ പേയ്മെൻറ്റേ കിട്ടുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പേയ്മെൻറ്റും കൂടുതൽ കിട്ടുകയുള്ളൂ. അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും മോഡലിങ്ങിലാണെങ്കിലും ലക്ഷങ്ങളുടെ വർക്കുകളൊക്കെ
കിട്ടണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാണ്ട് ഒന്നും കിട്ടത്തില്ല. പിന്നെ എനിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് ഈ പുള്ളിക്കാരി വഴി ഞാൻ 2 ആൽബം ഞാൻ ഹീറോയിനായിട്ട് ചെയ്തിരുന്നു. അതിൽ ഒരു ആൽബം പുതുമുഖത്തിൻ്റെ കൂടെയാണ് ചെയ്തത്, പിന്നെ ഒരു ആൽബം ചെയ്തത് ഹരിശന്ത് അതാണെന്ന് തോന്നുന്നു ആക്ടറിൻ്റെ പേര്. സീരിയലിൽ ഇപ്പോഴും അഭിനയിക്കുന്ന ഒരു പ്രമുഖ നടൻ്റെ കൂടെ ഹീറോയിനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. എന്നിട്ട് എനിക്ക് 500 റുപ്പീസാണ്, എനിക്ക് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ, എനിക്ക് ആ കൂടി പേയ്മെൻറ്റ് കിട്ടിയത്. ഹീറോയിനായിട്ട് ഞാൻ അഭിനയിച്ചിട്ട് വെറും 500 റുപ്പീസ്. അതെൻ്റെ അമ്മ ഇപ്പോഴും പറയും. കാരണം അഡ്ജസ്റ്റ്മെൻറ്റൊന്നും നിൽക്കില്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് കൊണ്ടിട്ട് അവർ ആ വർക്ക് കഴിഞ്ഞപ്പോൾ ആ നടൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് എനിക്ക് 500 രൂപ എടുത്ത് തന്നത്. പോകാൻ നേരം ഇപ്പോൾ 500 രൂപ എടുത്ത് തന്നത്. അത് അയാളത് കാണുകയും ചെയ്തു. അങ്ങനത്തെ അത് കൂടുതൽ പ്രതിഫലം കിട്ടിക്കാണും. പക്ഷെ ഞാൻ ഇത്ര വലിയ ഹീറോയിനായിട്ടൊക്കെ പോയി ഭയങ്കര ചെത്തിയൊക്കെ ഇരുന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് 500 രൂപ കൊണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ അമ്മ ഇപ്പോഴും പറയും, നമ്മൾ എന്തോരം ബുദ്ധിമുട്ടിയാണ് അത്രയും ദൂരം പോയത്. അവർ പറയുന്നവരെ ടേക്ക് എടുത്തു, കഷ്ടപ്പെട്ടൊക്കെ അഭിനയിച്ചു, എന്നിട്ട് പോലും നമുക്ക് തുച്ഛമായ പ്രതിഫലമാണ് കിട്ടിയത്. അതിനുശേഷം ഈ ലേഡി കോർഡിനേറ്റർ വഴി എനിക്ക് വേറൊരു ഫിലിമിലേക്ക് ഒരു ഓഫർ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യത്തിലൊന്നും ഞാൻ നിൽക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും അവരിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. അവർ എവിടെയാണ്, കോതാടോ അവിടെ എവിടെയാണ് അതിൻ്റെ അവർ ഓഡീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഫോട്ടോ ഇവർ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസറും ഡയറക്ടറിനെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറെയും ഓഡീഷൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദൂരെയൊക്കെ പോയി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ദൂരെ പോകുന്നതിൻ്റെ ചിലവ്, വണ്ടിയുടെ ചിലവ്, പിന്നെ ഫുഡിൻ്റെ ചിലവ്, പിന്നെ ഈ കോർഡിനേറ്റർ ലേഡി എന്ന് പറഞ്ഞാൽ അവരുടെ ഫുൾ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടി ഇത്രയും ദൂരെയൊക്കെ പോയിട്ട് ഓഡിഷൻ കഴിഞ്ഞ് സെലക്ട് ആയി എന്ന് പറഞ്ഞു. ഓഡിഷൻ കഴിഞ്ഞിട്ട് പെർഫോമൻസ് ഒക്കെ നോക്കി. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു വില്ലത്തി വേഷമായിരുന്നു എനിക്ക് തന്നത്. ഞാനിത് ഫിലിമാന്ന് പറയുന്നില്ല, അതിൽ എനിക്കൊരു സോങ് ഉണ്ട്, ഒരു മുഴുനീളം ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ സെലക്ട് ആയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ ഇന്ന ഡേറ്റ് തുടങ്ങും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ എന്നിട്ട് പലരോടും പറഞ്ഞു കേട്ടോ, എൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിൻ്റെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്, ഇന്ന സിനിമയിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ സന്തോഷമായിട്ടൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഒരു ദിവസം മുന്നേ ഈ ഡയറക്ടർ വിളിച്ചിട്ട് പറയാണ്, സുമി പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്ത് കാര്യം സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞു. അത് ഫിലിമിനെ കുറിച്ച് തന്നെ, ഡ്രസ്സ് തയ്പ്പിക്കുന്നതിനെ കുറിച്ചും, സുമിക്കിടാനുള്ള ഡ്രസ്സ് കോസ്റ്റ്യൂം തയ്പ്പിക്കുന്നതിനെ കുറിച്ചും, പിന്നെ സിനിമയുടെ വർക്കിനെ കുറിച്ചും ഒക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം. അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് പോവില്ല, ഞാൻ എൻ്റെ അമ്മയുടെ ആങ്ങളിനെയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഈ ഡയറക്ടർ വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്ക് ചെല്ലും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഒരു ഡയറക്ടറും അതിൻ്റെ 2-3 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതിലൊരു പ്രൊഡ്യൂസറും ഈ ഡയറക്ടറും കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ പ്രൊഡ്യൂസർ എൻ്റെ അങ്കിളുടെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഡയറക്ടർ ഫിലിമിനെ കുറിച്ച് സംസാരിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ മാറ്റി എടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു, അത് പ്രൊഡ്യൂസേഴ്സ് 1-2 പേര് ഇത്രയും ചുറ്റിക്കളിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ ചെയ്താൽ മാത്രമേ സിനിമയിൽ കയറാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇതിനൊന്നും നിൽക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ കമ്പൽ ചെയ്യുമായിരുന്നു. സുമിയുടെ ഫ്ലെക്സൊക്കെ വരാനുള്ളതാണ്. സുമി ഇപ്പോൾ സമ്മതിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിയുടെ ഡ്രസ്സ് ഇപ്പോൾ ഡിസൈൻ ചെയ്യാണ്ട് ഞങ്ങൾ കൊടുക്കും. അപ്പോൾ ഞാനും ഉണ്ടാവും, പിന്നെ ആദ്യം 2 പ്രൊഡ്യൂസേഴ്സ് ചുറ്റിക്കളിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു പുള്ളിയും ഉണ്ടാവും, പിന്നെ ആ വന്ന പ്രൊഡ്യൂസറും അങ്ങേരും ഉണ്ടാവുമെന്ന്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സുമി പറഞ്ഞ സ്ഥലത്ത് പോകാം, ടൂറ് പോകാം, നമ്മൾ 3 നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം സുമിയുടെ ഇഷ്ടത്തിനായിരിക്കും. സുമി പറയുന്ന സ്ഥലത്ത് ടൂറ് പോകാം, സുമി പറയുന്നത് പോലെ ആയിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഈ ഫിലിം കഴിഞ്ഞിട്ട് ഞാൻ ജയസൂര്യനെ വെച്ചിട്ട് വേറൊരു ഫിലിം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡയറക്ടറിൻ്റെ പേര് ഒഫീഷ്യലായിട്ട് അറിയപ്പെടുന്ന വേറെ പേരിലാണെങ്കിലും പുള്ളി എൻ്റെ അടുത്ത് എന്നോട് പറഞ്ഞു കുട്ടേട്ടാന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. വന്നപ്പോൾ തന്നെ പറഞ്ഞു സുമി എന്നെ കുട്ടേട്ടാന്ന് വിളിച്ചാൽ മതി കണ്ടപ്പോൾ തന്നെ. അപ്പം ഞാൻ കുട്ടേട്ട അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. അങ്ങനെയല്ല പക്ഷെ അറിയപ്പെടുന്നത്. പുള്ളിയെ ഞാൻ പറഞ്ഞു അയ്യോ കുട്ടേട്ട എനിക്ക് അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. സുമി ഈ ഒരു സിനിമ സുമി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഫിലിംസ് എടുക്കും. അപ്പോൾ കുട്ടേട്ട എനിക്കൊരു വേഷം തരുമെന്ന് എന്നെ വിളിച്ചാൽ എനിക്ക് തരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് സുമി ഇപ്പോൾ ഒരു വിട്ടുവീഴ്ച ചെയ്യുവാണെങ്കിൽ സുമി നാളെ സ്റ്റാറാണെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാവശ്യം ടെംപ്റ്റേഷൻ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പറ്റത്തില്ല. അപ്പോൾ 24 മണിക്കൂർ സമയം തരാം, ഒന്നും കൂടിയൊക്കെ ഒന്ന് ആലോചിക്കും. അമ്മേനോടും അവരോടൊന്നും പറയണ്ട കേട്ടോ, ഇതൊക്കെ ഞാനും എൻ്റെയും സുമിയുടെ ആ പ്രൊഡ്യൂസറിൻ്റെ 3 പേരുടെ മനസ്സിൽ മാത്രമേ തിരിക്കുള്ളൂ, അവരടുത്തൊന്നും അത് പറയണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ കാര്യമാണ് ശരിക്കും എന്നെ മാറ്റി നിർത്തി പറഞ്ഞത്. പിന്നെ അതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ വിളിക്കുവാണെങ്കിൽ സുമി കൺഫേം ആണ്, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്കിത് പറയാനും പറ്റില്ലല്ലോ. അമ്മേനോട് വേണമെങ്കിൽ എനിക്ക് പറയാം,
എൻ്റെ അമ്മയുടെ ആ മൂത്താങ്ങളെ എന്ന് പറഞ്ഞ ആൾക്ക് ഇപ്പോഴും അറിയില്ല. ഡയറക്ടർ എൻ്റെ അടുത്ത് അത് കാണുന്നുണ്ടെങ്കിൽ, ആ പുള്ളി അത് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ അമ്മയുടെ ആങ്ങളത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത് ഡയറക്ടർ എന്നെ മാറ്റി നിർത്തി ഇതാണ് പറഞ്ഞിരുന്നത്. ഞാനത് എൻ്റെ അക്കളുടെ അടുത്ത് ഞാനത് പറഞ്ഞില്ല. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് ഞാനൊന്നും വിടില്ല. എൻ്റെ മുഖമൊക്കെ ആയിക്കോട്ടെ ടെസ്റ്റായി. പിന്നെ ഞാനും ഈ ഡയറക്ടറും പ്രൊഡ്യൂസറും അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി തിരിച്ച് വീട്ടിലേക്കും പോവാണ്. അപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ ആങ്ങളെയും കൂടി പറയാണ്, അപ്പോൾ എന്തോരു നല്ല, അവരെൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഈ ഡയറക്ടർ പറഞ്ഞത് അറിഞ്ഞിട്ടില്ല, അറിയാതെ പറയുകയാണ്. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് പറയാനും പറ്റിയില്ല ഇവരുടെ അടുത്ത്. ഞാൻ മുഖമൊക്കെ മാറി ദൈവമേ, ഞാൻ വിചാരിച്ചിരിക്കുകയാണ് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത്രയും പൈസ മുടക്കി അവിടെ പോയി ഓഡീഷന് സെലക്റ്റായി. ഇപ്പോൾ ഓഡീഷന് എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടില്ല, എന്നിട്ട് എന്നെ അവോയ്ഡ് ചെയ്ത് എനിക്ക് വിഷമം ഉണ്ടാവത്തില്ലായിരുന്നു. അതിപ്പോൾ നമ്മൾ എത്രയോ ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുന്നു, നമ്മൾ ചിലത് സെലക്ട് ആവും, ചിലത് സെലക്ട് ആവില്ല. അപ്പോൾ സെലക്ട് ആവാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു. ഇത് സെലക്ട് ആയി എന്ന് പറഞ്ഞു, നമ്മളെല്ലാവരോടും പറഞ്ഞു. ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പേ തന്നെ ഇങ്ങനെ ഈ എന്താണ് പറയേണ്ടത്, ഇങ്ങനെ വ്യഭിചരിച്ചാൽ കൊണ്ടപ്പം നിന്നാൽ മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം വിഷമമുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയി. അപ്പോൾ എൻ്റെ അമ്മയും ആങ്ങളെയും കൂടി ഇത് അറിയാണ്ട് പറയാണ്, ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടും പറയാണ്, ഓ എന്തൊരു നല്ല മനുഷ്യരാണ്, ഭാഗ്യമല്ലേ അവർക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയല്ലോ, അതൊക്കെ ഭാഗ്യമുണ്ടെന്നൊക്കെ എൻ്റെ അമ്മയുടെ അമ്മേനോട് പറയാണ്. അപ്പം ഞാൻ ഉള്ളുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു പോയി. ഞാൻ വല്ലാണ്ട് ഞാൻ വിഷമിക്കണം. ഇവർ തമ്മിൽ ഇങ്ങനെ കിട്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത വിഷമത്തിലായിപ്പോയി ഞാൻ, ഇവർ തമ്മിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അങ്കിളിനോട് പറയണ്ടേ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് പ്രാഗിപ്പോയി. ഞാനപ്പോൾ പറഞ്ഞു, ഈ പടം നോക്കിക്കോ, ഒരാഴ്ച പോലും ഓടൂല. അത്രയും ഞാൻ വിഷമിച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ അറ്റപ്പറ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു, ഈ പടം നോക്കിക്കോ, ഈ പടം ഓടൂല അമ്മച്ചി. കാരണം അത്രയും എന്നെ ഇട്ട് ഇവർ ഈ നടത്തിച്ച് ഈ ഓഡിഷൻ നടത്തി, എന്നിട്ട് ഈ അവസാന നിമിഷമായപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കുറേ പേരായിപ്പോയി ഞാൻ. അതുപോലെ തന്നെ സംഭവിച്ചു. ആ സിനിമ ഓടിയില്ല. നേരെ എന്തോ ടെലിഫിലിമൊക്കെ ചെയ്തുകൊണ്ട് നടന്നതാണ്. ഇത് ഫസ്റ്റ് മൂവിയായിട്ട് ഡയറക്റ്റ് ചെയ്തതാണ്. പടം റിലീസായി വേറെ ആൾക്കാർ ചെയ്തു. എനിക്ക് പകരം എന്നോട് കഥ പറഞ്ഞിരുന്നു ആ ഒരു എൻ്റെ ക്യാരക്ടറിൻ്റെ. അപ്പോൾ വേറെ ആ പടം ഞാൻ കണ്ടു. പിന്നെ അതിനുശേഷം കണ്ടു വേറൊരു ആളാണ് ചെയ്തത്. ആ കുട്ടി ഇവരോട് അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ ആ പടം ഓടിയില്ല. പിന്നെ ഡയറക്ടർ പെണ്ണുകസിലും പെട്ടു. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചൊരു സമാധാനം കിട്ടി. ആ സിനിമ ഓടിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഫാദർ പറയാണ്, അയ്യേ ഇതുപോലുള്ള സിനിമകളിലൊക്കെ വെറുതെ കിട്ടിയാലും പോകരുത്. ശരിയാണ്, ആ പടം അത്രയും അട്ടർ ഫ്ലോപ്പായൊരു പടമായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഇതുപോലെയൊക്കെയാണ് പലരോടും പറയുമെങ്കിൽ ഒത്തിരി പേരുടെ പ്രാക്കും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ എന്താണ്, ചിലർ എത്രയോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പിന്നീട് കടം വരുന്നു, ആത്മഹത്യകൾ നടക്കുന്നു, കുറേ മുട്ടിന് ഡൈവോഴ്സുകൾ നടക്കുന്നു. എന്തുകൊണ്ടിട്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ശാപം കിട്ടിയ ഒരു വർഷമെങ്കിലും അങ്ങനെ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടാവും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ ഇതുപോലുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിഷമമുണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വലിയ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ആക്ടേഴ്സ് ഇവരുടെയൊക്കെ ഫിലിമിൽ എൻ്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഓഡീഷന് പോയിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്തിരുന്ന് നാട്ടുവിശേഷം വീട്ടുവിശേഷം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പോലെ അവർ ജസ്റ്റ് ഒരു മോശമായ രീതി പെരുമാറാനോ ഒരു നോട്ടം കൊണ്ട് പോലും നമുക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞു, ഓഡിഷനും കഴിഞ്ഞു, നമ്മളുടെ പെർഫോമൻസും കണ്ട് ഇഷ്ടപ്പെട്ടു, മേക്കപ്പ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 1-2 ദിവസം മുമ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്, സെറ്റപ്പ്, അങ്ങനെയൊക്കെയാണ് ഇതിനെ പറയുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കണം എന്ന് പറഞ്ഞ് ആ വർക്ക് നമുക്ക് പോകും. അപ്പോഴായിരിക്കും ഞാൻ വിചാരിക്കുന്നത്, ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിരുന്ന ഈ ഒരു ആക്ടർ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്നോട് എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് ഒരു ചെറിയ കുട്ടിയോടെന്ന പോലെയാണ് ആ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് സംസാരിച്ചത്. എന്നിട്ടും എന്നെ ഈ രീതിയിലാണോ അവർ കണ്ടത് എന്നുള്ളതാണ്. അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ കോർഡിനേറ്റർ ആണെങ്കിലും ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് അറിയുന്ന ആൾക്കാരാണെങ്കിലും പറയുന്നത്, ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പ്രൊഫഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവർ കരുതുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ ഫിലിമിൽ വരുന്ന മിക്കവരും ഇങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഒട്ടുമിക്കവരും തന്നെ അത് പ്രൊഫഷൻ്റെ ഭാഗമായിട്ട്, അത് വേറൊരു രീതിയിൽ നമ്മൾ കാണേണ്ടത് പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇതൊരു ചൂഷണമല്ലേ? പ്രൊഫഷൻ്റെ ഭാഗം എന്ന് പറയാണ്ട് എന്താണ്, ഇപ്പോൾ നമ്മൾ ലേറ്റ് നൈറ്റ് ഷൂട്ടിങ്ങിൽ നിന്ന് ഒരു പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അഭിനയത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാം, സെറ്റിൽ നല്ല പെരുമാറ്റം കാഴ്ചവെക്കാം, അതൊക്കെ ഒരു പെർഫോമൻസാണ്. അല്ലാണ്ട് ഈ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊഴിൽ സ്ഥലം എന്തിനാണ് ഒരു വ്യഭിചാരശാലയാക്കി മാറ്റുന്നതിനാണ്? ഞാനിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന
പ്രൊഡ്യൂസേഴ്സോ ഡയറക്ടേഴ്സോ ആക്ടേഴ്സോ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആരാണെങ്കിലും, അല്ലെങ്കിൽ മോഡലിംഗ് ഇൻഡസ്ട്രിയോ സീരിയൽ ഇൻഡസ്ട്രിയോ ഉള്ള ആരാണെങ്കിലും നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ തൊഴിലിടം എന്ന് പറയുന്നത് ഒരു വ്യഭിചാരശാല നിങ്ങളാക്കുന്നത് എന്തിനാണ്? ഒരു പരസ്പര ബഹുമാനം കീപ്പ് ചെയ്യണ്ടേ? സ്ത്രീകൾക്ക് കംഫോർട്ടായിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു മാനസിക ശാരീരിക അവസ്ഥ വേണ്ടേ? നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം നടക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ആർട്ടിസ്റ്റുകളെ പിടിച്ച് വേശ്യകളാക്കണം എന്തിനാണ്? ഞാൻ ചോദിക്കണേണ്. ഇതിന് വേണ്ടിയിട്ട് തന്നെ നടക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളന്ന് അവരുടെ അടുത്ത് പോയിട്ട് ഈ കാര്യം ചെയ്യുക എന്ന് വെച്ച കാര്യങ്ങളാണെങ്കിൽ ഒക്കെ ചെയ്യുക. അതല്ലാണ്ട് നിങ്ങളുടെ ഒരു തൊഴിലിടത്ത് നിങ്ങൾ അവിടെ വരുന്ന ആർട്ടിസ്റ്റുകളെ, പോസ്റ്റാഴ്സുകളോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെയൊക്കെ പിടിച്ചിട്ട് ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രാക്ക് കിട്ടണ പണി ചെയ്യുന്നത്? എന്തിനാ നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ ഒരു കൃപാവരം വേണ്ടേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളിങ്ങനെ ഈ പെണ്ണുങ്ങളുടെ പ്രാക്കും ശാപവും ഒക്കെ കിട്ടിയിട്ട്, ഇപ്പോൾ ഒരു പെണ്ണ് അവളുടെ ഇഷ്ടത്തോടു കൂടി, അവളുടെ കാമുകനാവാം ഹസ്ബൻഡാവാം, അവളുടെ ഇഷ്ടത്തോടു കൂടി അവൾ തരുന്നത് പോലെയാണോ ഇങ്ങനെ സ്റ്റാർ ആകാനും ഉള്ളുകൊണ്ട് വേദനിച്ച ഒരു മനപ്പാവ പോലെ ഇതിങ്ങനെ വിഷമിച്ച് കിടക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ശരീരം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രാക്കത്തിന് വേണ്ടി ചെയ്യുന്നത്? നിങ്ങളുടെ തൊഴിലിടങ്ങൾ കംഫോർട്ടബിൾ ആയിരിക്കണം സ്ത്രീകൾക്ക്. പരസ്പരം ഒരു എന്താ പറയേണ്ട, സഹപ്രവർത്തകരാകുമ്പോൾ ഒരു പരസ്പര ബഹുമാനമല്ലേ വേണ്ടത്? ഇനിയെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ നിർത്തി. ഇപ്പം കണ്ടില്ലേ പുറത്തേക്ക് ഓരോ കാര്യങ്ങളൊക്കെ വരുന്നത്, ഓരോ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ദുരവസ്ഥകൾ ഇപ്പോൾ പുറത്തേക്ക് TV ചാനലിലൂടെ ഒക്കെ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്ത്. നിങ്ങളുടെ തൊഴിലിടങ്ങൾ നിങ്ങൾക്ക് പരസ്പര ബഹുമാനമുള്ളതാവട്ടെ. ഒരുപാട് കഴിവുള്ള ആൾക്കാർ വരട്ടെ. നിങ്ങളുടെ ഈ ഒരു സ്വഭാവം കൊണ്ടിട്ട് എത്ര കഴിവുള്ളവർ, എന്നെപ്പോലുള്ളവർ, ഇപ്പം എനിക്ക് കഴിവുണ്ടോ ഇല്ലയോ നിങ്ങൾക്കൊരു ഡൗട്ട് വരും. അത് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബിൻ്റെ ഷോർട്സ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഞാൻ അഭിനയിച്ചതും ഡാൻസ് ചെയ്തതും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ലേറ്റസ്റ്റ് ഇട്ടതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പോളാണ്. ഞാൻ ഇത്തിരി കൂടി ചെറുപ്പമായപ്പോൾ ഉള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. സെൻട്രൽ ക്യാരക്ടറായിട്ടും സെക്കൻഡ് ഹീറോയിനായിട്ടും ഒക്കെ തമിഴിലും മലയാളത്തിലൊക്കെ എന്നെ വിളിച്ചതാണ്. എന്നിട്ടും ഈ വക ഇതുള്ളതുകൊണ്ടിട്ടാണ് എനിക്ക് സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും മോഡലിങ്ങിലാണെങ്കിലും ഒക്കെ ആരോരും അറിയപ്പെടാതെ ഞാനിങ്ങനെ ആയത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു, ഒരു ജുബിത എന്ന് എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി തിരക്കഥ എന്തോ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെയാണ്, അതൊക്കെ ചെയ്തിട്ടുള്ളൊരു കുട്ടിയാണ്. ഇതുപോലെ മാമുക്കോയ, അതേപോലെ എന്താണ് അങ്ങനെ കുറച്ച് പേരെടുത്തുനിന്ന് സുധീഷ് ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ ഇടവേള ബാബു അമ്മയിൽ അംഗത്വം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒരുപാട് വിഷമത്തോടുകൂടി ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട്, ശരിക്കും അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഇൻസിഡൻസ് ആണ് ഓർമ്മ വന്നത്. ശരിയായിരിക്കും, തീർച്ചയായിട്ടും ശരിയാണ്. എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇവരൊക്കെ. പുറമേ ഇപ്പോൾ മാമുക്കോയനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം നമ്മൾ അവരെയൊന്നും അങ്ങനെയല്ല കണ്ടിരിക്കുന്നത്, ഇത്ര ബഹുമാനത്തോടെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ആ കുട്ടിയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനൊരു കാര്യം ഒരിക്കലും അവർ കള്ളത്തരം പറയില്ല. ഇങ്ങനെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു പ്രവർത്തിച്ചു എന്ന് ഒരു പെണ്ണും കള്ളത്തരം പറയില്ല. കാരണം അത് അവർക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. സ്ത്രീകൾക്ക് തന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് നാണക്കേട്. അവർക്ക് മുമ്പോട്ടും ജീവിക്കാനുള്ളതാണ്. അവനവൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ടിട്ട്, ദിവസങ്ങളോളം മുറിവേൽപ്പിച്ചുകൊണ്ടിട്ട് ഒരിക്കലും ഇങ്ങനൊരു കാര്യം കള്ളത്തരം പറയില്ല, ഒരു പെണ്ണും പറയില്ല. അത് ആ പെണ്ണിന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്, നേരായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ പുറമെ, മാമുക്കോയെ ആണെങ്കിലും സുധീഷാണെങ്കിലും പുറമെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അവർ അഭിനയമാണ് അല്ലേ, ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ, അഭിനയിക്കുക, അവരഭിനയിക്കുന്നതാണ്. പക്ഷെ ക്യാമറയുടെ പിന്നിൽ അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ അതേപോലെ വേറൊരു കുട്ടി ഇതുപോലെ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നപ്പോൾ ആങ്കറിങ്, അത് കുറച്ചാൾ മുമ്പ് ഒരു വിവാദമായിരുന്നു. ആങ്കർ ഇങ്ങനെ ചോദിച്ചു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത്, നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ വന്നതെന്നൊക്കെ ചോദിച്ചു. എന്തൊരു പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നത്, ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്, ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നത്. ഹനാന്നോ എന്താണ് ആ കുട്ടിയുടെ പേര്, നോക്കുന്നില്ല കേട്ടോ, ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കുട്ടി പിന്നീട് അതൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നു. ആങ്കർ, എനിക്കിതുപോലെ സീരിയലിലും ഫിലിമിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പാണ് അവർ പറയുന്നത്, ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇത് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. അതിനൊരു പ്രതിഷേധവും കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ മാനസികാവസ്ഥയുടെ ആയിരിക്കും അവരങ്ങനെ ചോദിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാകൃതന കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും നിർത്തുക ഫിലിം ഇൻഡസ്ട്രിയിലുള്ളത്. പിന്നെ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുക. ഇതിൻ്റെ സിനിമയിൽ അണിയറ പ്രവർത്തകരൊക്കെ ഉണ്ടാവില്ല, അതിൽ 1-2 പേരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ടാലൻ്റ് ഉള്ള ഒരുപാട് പേര് വരട്ടെ. പ്രോസ്റ്റിറ്റ്യൂട്ടുകളല്ല വരേണ്ടത്, പ്രോസ്റ്റിറ്റ്യൂട്ട് ആക്കിയിട്ടും അല്ല വരേണ്ടത്. ടാലൻ്റ് ഉള്ള ഒരുപാട് പേര് ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരട്ടെ, അവരുടെ ടാലൻ്റ് പ്രകടിപ്പിക്കട്ടെ.
അവരവരുടെ കുടുംബം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നിങ്ങളുടെ ഈ ഒരു നിലപാട് കാരണം എത്ര ടാലൻ്റുള്ള കുട്ടികൾ വിഷമിക്കുന്നുണ്ട്. കരിഞ്ഞ ചിത്രശലഭത്തെ പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക തളർന്നുടങ്ങി ചെയ്യാൻ പറ്റാളെ പോലെയോ ഒക്കെ എത്ര പേരായിട്ടുണ്ടായിരിക്കും, എത്ര പേര് വിഷമിച്ച്. ഇപ്പം ഞാനൊക്കെ ഒത്തിരി വിഷമിച്ചിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമുക്ക് ടാലൻ്റ് ഉണ്ട്, നമ്മുടെ പെർഫോമൻസ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാത്തതിൻ്റെ പേരിൽ നമ്മളെ മാറ്റി നിർത്തുക എന്നുള്ളത് ഏറ്റവും വിഷമമുണ്ടാക്കുന്നത്. ഞാനൊക്കെ ഒത്തിരി വിഷമിച്ചിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രാഗിപ്പോയൊരു ഇൻഡസ്ട്രി തന്നെയാണ് ഞാനൊക്കെ. അതുപോലെ എത്രയോ പേരുണ്ടാവും. എന്തിനാണ് അവരുടെ പ്രാക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്? അവർ വരട്ടെ ഇൻഡസ്ട്രിയിലേക്ക്. ഇനിയെങ്കിൽ ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാവട്ടെ. കാസ്റ്റിംഗ് കൗച്ച് പേര് പറഞ്ഞ എന്തോ വലിയ കൊമ്പത്തെ പേരാണ്. കാസ്റ്റിംഗ് കൗച്ച് ചെയ്യണ പണി വ്യഭിചാരം പ്രോസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത് ആ ഒരു തിയറി തന്നെ അത് മാറിപ്പോട്ടെ. കാസ്റ്റിംഗ് കൗച്ച് ഉള്ളതൊന്നുമല്ല. നമ്മളൊരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റുകൾക്ക്, സ്ത്രീകളുടെ സഹപ്രവർത്തകർക്ക് സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും സംതൃപ്തിയോടുകൂടിയിട്ടും വർക്ക് ചെയ്ത് പോകാൻ പറ്റണം. അവർക്ക് നല്ല കംഫോർട്ട് സോൺ ആയിരിക്കണം സിനിമാ മേഖല. പുതിയ പുതിയ ടാലൻ്റുള്ള കുട്ടികൾ വരട്ടെ. അവരെ പിടിച്ച് നിങ്ങൾ എന്തിനിങ്ങനെ വേശ്യകളാക്കണത്? പഴച്ചവരാക്കണത് എന്തിനാ നിങ്ങൾ? ഞാൻ ശരിക്കും അതിനുശേഷം ഈ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത് വിട്ടു. ഫിലിമാണെങ്കിലും മോഡലിംഗ് ആണെങ്കിലും സീരിയലാണെങ്കിലും ഇതെല്ലാം ഞാൻ വിട്ടു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ചെന്ന സ്ഥലത്തൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാനിത് വിട്ടത്. ഈ ഫീൽഡ് തന്നെ ഞാൻ വിട്ടു. പിന്നെ അതിനുശേഷം ഞാൻ ഒഫീഷ്യൽ ജോബിലേക്ക് പോയി. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോയിരുന്നു. ഐഡിയ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ ഒരു സുപ്പീരിയർ ഓഫീസറുണ്ട്. സംസാരിച്ച കൂട്ടത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഫിലിമിലൊക്കെ അഭിനയിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, സീരിയലൊക്കെ അഭിനയിക്കാൻ സെലക്ഷൻ ആയതാണ്, പക്ഷേ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ പോവാതിരുന്നതെന്നൊക്കെ എനിക്ക് ആ ഒരു വിഷമമുള്ളുണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ആ സുപ്പീരിയർ ഓഫീസർ പറയുകയാണ്, പുള്ളിക്കാരന് അറിയാം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പേരൊക്കെ പരിചയമുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ്, അപ്പോൾ അവർ ഇത്രയും പേരും പ്രശസ്തിയും പണവും ഒക്കെ കിട്ടുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ ഒരാൾ തയ്യാറായില്ലെങ്കിൽ 10 പേര് തയ്യാറാവുന്നവർ വേറെ ഉണ്ടാവും. അപ്പം പിന്നെ അവർക്ക് അവരുടെ ലാഭമല്ലേ നോക്കുന്നത്. അവർ ഇത്രയും രൂപയൊക്കെ മുടക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഈ ഇത്രയും പൈസ മുടക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേന്ന് പറയുന്നത്. ഞാൻ ഈ പൈസ മുടക്കുന്നവരോട് പറയണത് നിങ്ങൾക്ക് പെണ്ണുപിടിക്കലാണ് ഒരു ഗുണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രി അല്ല, ഏതൊരു വ്യവസായത്തിലേക്കാണെങ്കിലും പണം മുടക്കുന്നുണ്ടെങ്കിലും നമുക്ക് കഴിവും ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് റിട്ടേൺ നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഏത് ബിസിനസ് ആയാലും അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ പെണ്ണുപിടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾ സക്സസ് ആവുമെന്ന് ഉറപ്പുണ്ടോ? ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് പെണ്ണുപിടിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയണേ, നിങ്ങൾക്ക് പെൺമക്കളുണ്ടെങ്കിൽ അവർ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവർ നാളെ വല്ലവൻ്റെ കൂടെ ഒളിച്ചോടി പോയില്ലോ എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മകൾ ജീവിച്ച് കല്യാണം കഴിച്ച് പോകും എന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ വല്ലവൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്ത് ചെയ്യും? അങ്ങനെ പോകുമോ എന്ന് വിചാരിച്ചിട്ട് പെൺമക്കൾ ആരും കയറി ഒന്നും ചെയ്യാനൊന്നും പോകണമെന്നില്ലല്ലോ. ഈ തന്തമാരുടെ പ്രൊഡ്യൂസേഴ്സ് ഒന്നും ചെയ്യാൻ പോകണമെന്നില്ലല്ലോ. അപ്പം ഈ തട്ടാമുട്ടി ന്യായമൊന്നും പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങളൊരു വ്യവസായം ചെയ്യുമ്പോൾ അതെപ്പോഴും ഒരു പ്രാർത്ഥനയോടുകൂടിയും ആ ദൈവകൃപയോടുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ മുമ്പോട്ട് പോയി അത് ചെയ്ത് എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ ആക്കാൻ നോക്കുക. അതിൻ്റെ ഇടയിൽ കൂടി പെണ്ണുങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കല്, പെണ്ണുങ്ങളെ കയറി പിടിക്കല്. എന്തിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്? ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നും ഞാൻ തുറന്ന് പറയുകയാണെങ്കിൽ, ഫിലിം ഇൻഡസ്ട്രി, സീരിയൽ ഇൻഡസ്ട്രി, മോഡലിങ്, ലക്ഷങ്ങളുടെ വർക്ക് കിട്ടുന്ന മോഡലിങ്, ചെറിയ മോഡലിംഗ് അല്ല, ലക്ഷങ്ങളുടെ വർക്ക് കിട്ടുന്ന മോഡലിങ്, ഒരു 100-ൽ 75% അഡ്ജസ്റ്റ്മെൻറ്റ്സിലൂടെയാണ് അവരെടുക്കത്തുള്ളൂ. എന്തായാലും WCC ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് പോയത് എന്തെങ്കിലും കാരണം ഇല്ല, എന്നിട്ട് എന്തായാലും അവർ പോവില്ലല്ലോ. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമല്ല അവർ പോയത്. ഇപ്പം ഞാനൊക്കെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഫിലിം ഇൻഡസ്ട്രിയിലും സീരിയലിലും ഒന്നും കയറാൻ പറ്റാണ്ട് പോയ ആൾക്കാരാണ്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇനി വലിയ നായികയൊന്നും ആയില്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും ആയി തീരാൻ പറ്റുമായിരുന്നു ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ. ഞാൻ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതുവരെ നിന്നിട്ടില്ല. കാരണം അത് എന്തിനാണ് അങ്ങനെ ചൂഷണത്തിന് വിധേയാവുന്നത്? പ്രോസ്റ്റിറ്റ്യൂഷൻ ഞാൻ ചെയ്തിട്ട് നേടുന്നത് എന്തിനാണ്? ഒരു സ്ത്രീ ഒരു പ്രാവശ്യം ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായി കഴിഞ്ഞാൽ അവൾ മരണം വരെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ വിട്ടുവീഴ്ചകൾക്ക് വിധേയരായിക്കൊണ്ടേയിരിക്കും. എന്തിനാ അങ്ങനെ വ്യഭിചരിച്ച് ജീവിച്ചിട്ട് നാളെ നിങ്ങൾക്കൊരു കുറ്റബോധം വരൂലേ? നിങ്ങളുടെ ശരീരവും മനസ്സൊക്കെ അഴുക്കാക്കിയിട്ട് എന്തിനാ നമ്മളങ്ങനെ നേടുന്നത്? എന്തിനാണ്? നാളെ നമുക്കൊരു കുട്ടി ജനിക്കുവാണെങ്കിൽ, ഒരു പെൺകുട്ടി ജനിക്കുവാണെങ്കിൽ നമ്മൾ അവളോടും ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തൊരമ്മയ്ക്കും മകളോട് നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും. മകൾ ആ ഒരു മാതൃക പിന്തുടർന്നാൽ അമ്മയ്ക്കൊന്നും പറയാൻ പറ്റൂല. പിന്നെ ഒരു മകൻ ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പെണ്ണുപിടിക്കാൻ പോകണമെന്ന് പറഞ്ഞു കൊടുക്കും.
വ്യഭിചരിക്കുന്ന ഒരു സ്ത്രീക്ക് മക്കളുണ്ടായാൽ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അവരുടെ പരിചയക്കാരോട് അവരെന്ത് പറയാനായിട്ടാ നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഒരിക്കലും ഞാൻ പറയുന്നത്, ഒരു സ്ത്രീയും ഒരു പ്രാവശ്യം പോലും സിനിമ ഇൻഡസ്ട്രി അല്ല എന്ത് മേഖലയിലാണെങ്കിലും വ്യഭിചരിക്കാനായിട്ട് ഒരു പ്രാവശ്യം പോലും നിന്ന് കൊടുക്കരുത്. അങ്ങനെ ഒരു പ്രാവശ്യം നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അതിന് പോകണ്ടെന്ന് വിചാരിച്ചാലും എനിക്ക് തോന്നുന്നു ഓരോ സാഹചര്യം വരുമ്പോൾ പിന്നെ നിങ്ങൾ ഈ ഒരു തെറ്റായ മാർഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഒരു സ്ത്രീയും പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകരുതെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ അഭിനയിക്കാനും ഡാൻസ് ചെയ്യാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ യൂട്യൂബിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, മോജ ആപ്പ്, ഫേസ്ബുക്ക്, ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയോട് എനിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. എസ്പെഷ്യലി യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, വലിയൊരു താങ്ക്സ് ഉണ്ട് എനിക്ക് നിങ്ങളോട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ടാലൻസ് പുറത്തെടുക്കാനായിട്ട് ഇങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടി. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഞാൻ ഡാൻസ് ഇടാറുണ്ട്, അഭിനയിച്ചിടാറുണ്ട്. ഇതൊക്കെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടിട്ടാണ്. ഇപ്പോൾ യൂട്യൂബുകാർ ശരിക്കും മാന്യമായ രീതിയിലാണ് അവർ പണം തരുന്നത്. നമ്മുടെ ടാലൻറ്റ് നോക്കിയിട്ട് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൽ ആഡ് വരുന്നതനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ശരിക്കും വളരെ നല്ല രീതിയിലാണ് യൂട്യൂബിൽ നിന്ന് നമുക്ക് പണം കിട്ടുന്നത്. മറ്റുള്ള എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്നും എത്ര നല്ല നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ? എത്ര നല്ല നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു കറി വെക്കാനായിട്ട് യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് ഒരു കറി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ കറി വെക്കാൻ കഴിയും. ഞാൻ തന്നെ പാചകം നന്നായിട്ട് പഠിച്ചത് യൂട്യൂബിലൂടെയാണ്. എൻ്റെ ഒരു കസിൻ്റെ വൈഫ് സാരി ഉടുക്കാൻ പഠിച്ചത് യൂട്യൂബിലൂടെയാണ്. അപ്പോൾ എത്ര നല്ല നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലുള്ളവരുടെ ടാലൻറ്റ് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയും കൂടി ഈ സോഷ്യൽ മീഡിയ തന്നുകൊണ്ടിട്ട് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് നിങ്ങളോട്. ശരിക്കും ഇങ്ങനെയെങ്കിലും എനിക്ക് ടാലൻറ്റ് പ്രകടിപ്പിക്കാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറ്റിയല്ലോ എന്നുള്ളൊരു താങ്ക്സ് ആണ് അവരോടുള്ളത്. ഇപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ, അതായത് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് നിർത്തലാക്കാനായിട്ടുള്ളൊരു സൊല്യൂഷൻ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഗവൺമെൻറ്റിനൊക്കെ ഒരു പരിധിയുണ്ട് ഈ സിനിമാക്കാരുടെ പുറകെ മാത്രം നടക്കാനായിട്ട്. കാരണം ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ അവരുടെ തലയിലുണ്ട്. സിനിമാക്കാരുടെ പുറകെ മാത്രം ഫോക്കസ് ചെയ്ത് അവർക്ക് ലൈഫ് ലോങ് ഒന്നും നടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഒരു കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളൊരു സംഭവം ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മലയാള സിനിമ ഉള്ളിടത്തോളം തുടങ്ങിയപ്പോൾ തൊട്ടുണ്ട് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ സംഭവം. ഇപ്പോഴത് നിലനിന്ന് പോകുന്നുമുണ്ട്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് തോന്നുന്ന 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ WCC എന്നുള്ള ഈ സംഘടന ഒന്നും കൂടി ശക്തമാവണം. അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അവരെപ്പോഴും ശ്രദ്ധിച്ച് അതിനുവേണ്ടിയുള്ള നടപടികൾ അവർ എടുക്കാനായിട്ട് ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരു ഫിലിമിലേക്ക് ഒരു ഓഫർ വരുമ്പോൾ, ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി ഞാൻ പറയട്ടെ, പെണ്ണുങ്ങൾ ആരും ഇല്ലെങ്കിൽ ഈ ഫിലിം ഇൻഡസ്ട്രി, സീരിയൽ ഇൻഡസ്ട്രി ഇതൊന്നും നിലനിൽക്കാൻ പറ്റില്ല. മോഡലിംഗ് ഇൻഡസ്ട്രി ആണെങ്കിലും സ്ത്രീകൾ ആരും ഇല്ലെങ്കിലും നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഫിലിം ചെയ്യാണ്, അതിലിപ്പോൾ പെണ്ണുങ്ങളില്ലെങ്കിൽ ഇപ്പോൾ ഒരു അച്ഛൻ, ഒരു മകൻ, പിന്നെ കുറേ കൂട്ടുകാരന്മാർ, ഒരു അപ്പൂപ്പൻ, ഇങ്ങനെ മാത്രമായിട്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? 2-3 സിനിമ മാക്സിമം. നായിക വേണം, അമ്മ വേഷം ചെയ്യാൻ ആൾക്കാർ വേണം, പിന്നെ കൂട്ടുകാരികളുടെ വേഷം ചെയ്യാൻ ആൾക്കാർ വേണം, പിന്നെ സിനിമ ഇൻഡസ്ട്രിയുടെ ബാക്കിലാണെങ്കിലും സ്ത്രീകൾ അവിടെയും വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് സ്ത്രീകൾ വേണം. അപ്പോൾ എന്തുകൊണ്ടും സ്ത്രീകളില്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കില്ല. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാസ്റ്റിംഗ് കൗച്ചിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ തുടക്കം തന്നെ പറയുക, ഞാൻ ഇതിനൊന്നും നിൽക്കില്ല. എന്നിട്ട് ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഇത്ര അഡ്വാൻസ്ഡ് ആണ്. അവർ നമ്മളോട് പറയുമ്പോൾ തന്നെ നമ്മളത് മൊബൈലിൽ കൂടെ ആണെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യണം. തുടക്കം തന്നെ പ്രതികരിക്കണം നിയമപരമായിട്ട്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പൊന്തി വന്നല്ലോ. ഒട്ടുമിക്കവർക്കും അറിയാം ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് കയറുന്നതെന്നൊക്കെ പലർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനിയെങ്കിലും എല്ലാ സ്ത്രീകളും, ഇത് ഒരാൾ തയ്യാറില്ല. ഇപ്പം ഞാൻ തയ്യാറല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ പറയുന്നത് സുമി തയ്യാറല്ലെങ്കിൽ എന്താണ്, വേണ്ട 10 പേര് തയ്യാറാവണവർ അവർക്ക് വേറെ കിട്ടും എന്നാണ് പറയുന്നത്. തയ്യാറല്ലെങ്കിൽ പോകാൻ വേണ്ടി എന്തിനും തയ്യാറായിട്ട് കുറേ എണ്ണം നിൽക്കണല്ലേ. നിങ്ങൾ എന്തിനിങ്ങനെ വ്യഭിചരിച്ച് ജീവിക്കണത്? അതുകൊണ്ട് കിട്ടുന്ന പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ശരിയായ കുറ്റബോധം ഇല്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ശരീരമല്ലേ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഓർമ്മകളും, വേണ്ടാത്ത ഓർമ്മകളും കുറ്റബോധവും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഭർത്താവ് നിൽക്കുന്നവർ, ഈ കണ്ടവർ നിൽക്കുമോ? അല്ലെങ്കിൽ അതുപോലെ അല്ലല്ലോ ഇത് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതല്ലല്ലോ. എന്തിനാണ് നിങ്ങൾ ആ ഒരു വൃത്തികെട്ട ഈ രീതിയിൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെ നേടുന്നതിനാണ്? അപ്പോൾ തുടക്കം തന്നെ നോ പറഞ്ഞേക്കുക, തെളിവുകൾ എടുക്കുക. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇങ്ങനെ എന്നെ രീതിയിലൊക്കെ പറഞ്ഞു, മൊബൈൽ റെക്കോർഡിലൊക്കെ തെളിവുകൾ എടുത്തിട്ട് നിയമപരമായിട്ട് പോവുക. ചാനലും പത്രത്തിലൊക്കെ കൊടുത്തേക്കുക, പേര് സഹിതം പറയുക, 10 പേരെ അറിയട്ടെ. ഒരു സ്ത്രീകളും ഇനി പോകരുത്. ചൂഷണത്തിന് വിധേയരായപ്പെട്ട്, കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരായപ്പെട്ട് ഒരു സ്ത്രീകളും പോകരുത്. അവനവും തന്നെ ഒരു തീരുമാനം എടുക്കണം. ഏറ്റവും നല്ല തീരുമാനം അതാണ്.
ഇപ്പോൾ ഒരു സ്ത്രീയെ വിളിക്കുവാണെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇല്ല, പറ്റില്ല. എൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഞാൻ ആത്മാഭിമാനമുള്ളൊരു പെണ്ണാണ്. ഞാൻ എൻ്റെ ടാലൻറ്റ് പ്രകടിപ്പിക്കാനായിട്ട് ആണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ടാലൻറ്റ് ഉള്ളതുകൊണ്ടിട്ടാണ് വന്നത്. എനിക്ക് അങ്ങനെ വ്യഭിചരിച്ചിട്ട് എനിക്കൊന്നും നേടണ്ടെന്ന് ഒരു സ്ത്രീക്ക് പറയാൻ കഴിയണം. അങ്ങനെ എല്ലാ സ്ത്രീകളും പറയണം. തുടക്കം തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിവുകൾ എടുത്തു വെക്കുക. എന്നിട്ട് അവരവസരം തന്നില്ലെങ്കിൽ നിയമപരമായിട്ട് മുമ്പോട്ട് വയ്ക്കുക, തെളിവുകൾ കാണിക്കുക, ചാനലും പത്രത്തിലൊക്കെ കൊടുത്തേക്കുക, ഫോട്ടോ സഹിതം വരട്ടെ, ഇതേ ഇന്ന പോലെയൊക്കെ കാണിച്ചു. അതിന് ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കണേണ്. പക്ഷേ അന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന പോലെ റെക്കോർഡുള്ള മൊബൈലൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ആരെങ്കിലും എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ തുടക്കം തന്നെ വിളിക്കുമ്പോൾ തന്നെ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ റിജക്റ്റ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പലരുടെയും പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പേര് പറഞ്ഞ് ഞാൻ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടും, ഈ തെളിവുകൾ കാണിച്ചിട്ട്. എന്നിട്ട് പോലീസിൽ കംപ്ലയിൻറ്റും ചെയ്യും. 10 പേര് അറിയട്ടെ, പബ്ലിക് അറിയട്ടെ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി ഞാനതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും അങ്ങനെ പ്രതികരിക്കണം. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ പ്രതികരിച്ച് കഴിഞ്ഞിട്ട് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ സംഭവം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണം. ഇതാണ് ബാൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഇനി അങ്ങനെ ചെയ്യത്തുള്ളൂ. ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഞാൻ ഒത്തിരി റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. സുമി CVO, അതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന വ്യഭിചാരം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമല്ല ഈ എൻ്റർടൈൻമെൻറ്റ് മീഡിയയിൽ നിന്ന് തന്നെ മൊത്തം മാറ്റുക. അതിന് എല്ലാവരും അവനവൻ്റെതായ രീതിയിൽ പ്രതികരിക്കുക. ഏതൊരു പെൺകുട്ടിയും ഈ സ്ത്രീകളില്ലാണ്ട് ഈ മേഖല എന്തായാലും നിലനിൽക്കില്ല. ഏതൊരു പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോൾ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ തന്നെ നോ പറയുക. നോ പറയാനായിട്ടും അതിൻ്റെ തെളിവുകൾ എടുക്കാനും അവരെ തിരിച്ച് പ്രതികരിക്കണം, അവരോട് കേസ് കൊടുക്കാനും 10 പേരോട് പറയാനും ഒക്കെ ഉള്ളൊരു ആർജവം കാണിച്ചു കഴിഞ്ഞാലാണ് ഇത് ബാനായി പോകും കാസ്റ്റിംഗ് കൗച്ച്. അതാണ് ഇതിനുള്ളൊരു പ്രതിവിധി എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.